ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ WooCommerceൻ്റെ ട്യൂട്ടോറിയലാണ്. അതായത് WooCommerce വേർഡ്പ്രസ്സിലുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടാക്കാനുള്ള പ്ലഗിൻ ആണ്. WooCommerce ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. WooCommerce ഫ്രീ ആയിട്ടുള്ള ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ വളരെ സിമ്പിളാണ്. വേർഡ്പ്രസ് അറിയുന്ന എല്ലാവർക്കും ഈ സ്റ്റോർ ഈസിയായി സെറ്റപ്പ് ചെയ്യാം. അധികം കോഡിംഗ് സ്റ്റൈൽ ഇല്ലെങ്കിലും കോഡിംഗ് നോളജ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് WooCommerce ഓൺലൈൻ ഷോപ്പ് ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും കാര്യങ്ങൾ കോഡിംഗ് പാർട്ടിൽ വരുത്തണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് HTML, CSS, JavaScript, PHP, MySQL നോളജ് വേണം. ജസ്റ്റ് ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്ത് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കോഡിങ്ങിൻ്റെ ഒരു നോളജ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കൊരു വേർഡ്പ്രസ് വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യാം. വേർഡ്പ്രസ് ഇതിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. നമ്മൾ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യണം. വളരെ ഒരു ചെറിയ ഫയലാണ് വേർഡ്പ്രസ്. നിങ്ങൾക്ക് വേർഡ്പ്രസ് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വേർഡ്പ്രസിൻ്റെ ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയൽ ഉണ്ട്. അത് കണ്ടതിന് ശേഷം വേണം ഈ ട്യൂട്ടോറിയൽ കാണാൻ. അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത സെയിം വെർഷൻ വേർഡ്പ്രസ് ഉണ്ട്, 5.6. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് നമ്മൾ വാം ഫോൾഡറിൽ കൊണ്ടിടാം. ഞാൻ ഇതിൻ്റെ പേര് മാറ്റുകയാണ്. ഇത്രയും ഫയൽസാണ് ഇതിൻ്റെ ഉള്ളിൽ ഡൗൺലോഡ് ഉണ്ടാവുക. ഇതിൻ്റെ പേര് ഞാൻ WooCommerce എന്ന് മാറ്റുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എന്താ വെച്ചാൽ വേർഡ്പ്രസ് എന്നുള്ള ഫോൾഡർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എൻ്റെ വാം സെർവറിൽ. WooCommerce എന്ന് കൊടുക്കുകയാണ്. സെർവറിൽ കൊണ്ടുപോയി കോപ്പി ചെയ്തു. അത് കോപ്പി ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുപോലെ ഞാൻ വീഡിയോ പോസ് ചെയ്യാണ്. അങ്ങനെ ഫയൽ കോപ്പി ചെയ്ത് വാം സെർവറിൽ www ഫോൾഡറിൽ ഇട്ടു. കേട്ടോ, ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ലോക്കൽ ഹോസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ലോക്കൽ ഹോസ്റ്റിൽ ഇവിടെ ഉണ്ട് WooCommerce. അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സാധാരണ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡാറ്റാബേസ് വേണം. അപ്പോൾ നമുക്കത് ഡാറ്റാബേസ് ഉണ്ടാക്കാം. ലോക്കൽ ഹോസ്റ്റിൽ PHP MyAdmin നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാം. ഡാറ്റാബേസിൽ പോയി ഡാറ്റാബേസിൻ്റെ പേര് ഞാൻ WooCommerce തന്നെ കൊടുക്കും. ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട് നമുക്കവിടെ. ഓക്കെ, അത് ബ്ലാങ്ക് ഡാറ്റാബേസ് ഉണ്ടാക്കി. ഇനി ഇവിടെ ഡാറ്റാബേസിൻ്റെ നെയിം വെച്ചിട്ടുണ്ട്. വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ WooCommerce കൊടുക്കുകയാണ്. യൂസർ നെയിം നമ്മൾ PHP MyAdminൻ്റെ ഡീഫോൾട്ട് റൂട്ടാണ്, അത് കൊടുക്കുകയാണ്. പാസ്വേഡ് ബ്ലാങ്ക് ആണ്, അപ്പോൾ ഒന്നും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ലോക്കൽ ഹോസ്റ്റ്, എൻ്റെ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് :3306 ആണ്, അത് കൊടുക്കുകയാണ്. അതേപോലെ 3306 എന്ന പോർട്ടർ കൊടുക്കുന്നു. പിന്നെ ടേബിൾ പ്രിഫിക്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, റൺ ഇൻസ്റ്റാളേഷൻ കൊടുക്കുകയാണ്. അത് നമ്മൾ സൈറ്റിന് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ WooCommerce തന്നെ കൊടുക്കുകയാണ്. പിന്നെ യൂസർ നെയിം ജസ്റ്റ് ഡമ്മി അഡ്മിനെ പാസ്വേഡ് അഡ്മിനെ കൊടുത്തു. വീക്ക് പാസ്വേഡ് ആയതുകൊണ്ട് കൺഫേം വീക്ക് പാസ്വേഡ് കൊടുത്തത്. എന്താ വെച്ചാൽ അത് ഞാൻ
വെറുതെ ഒരു സാമ്പിള് കാണിക്കുകയാണ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങളൊരു സൈറ്റ് ചെയ്യുമ്പോൾ നല്ല സെക്യൂറായ പാസ്വേഡ് കൊടുക്കണം. പിന്നെ ഇമെയിൽ, അത് നിങ്ങൾ ഇമെയിൽ കൊടുക്കണം. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുത്തു. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതാണ് ഹോം നമ്മളത് വരുന്നത്. ജസ്റ്റ് വേർഡ്പ്രസ് സൈറ്റ്. നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേർഡ്പ്രസ് റെഡി ആയി. ഇനി നമുക്ക് WooCommerce പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രീ ആയിട്ടുള്ള പ്ലഗിൻ ആണ്. നമുക്ക് പോകേണ്ടത് പ്ലഗിന് പോവുക, എന്നിട്ട് ആഡ് ന്യൂ കൊടുക്കുക, എന്നിട്ട് അതിൽ സെർച്ചിൽ WooCommerce എന്ന് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് എന്ന് കൊടുത്താൽ തന്നെ അത് വരും. WooCommerce ടോട്ടല് 5 മില്യൺ ഇൻസ്റ്റാളേഷൻ ഉണ്ടായത്. അതായത് 5 മില്യൺ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് 1-2 മിനിറ്റ് എടുക്കും. അതുവരെ ഞാൻ വീഡിയോ പോസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് WooCommerce ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യാം. WooCommerce ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാർഡ് ചെയ്യണം. നമ്മൾ ഷോപ്പിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നമ്മളെ കൺട്രി കറക്റ്റ് കൊടുക്കണം. എങ്കിൽ ആ പ്രൈസ് എല്ലാം ഇന്ത്യ ആണെങ്കിൽ INR വരുള്ളൂ. ഇന്ത്യ ഇതിൽ പിന്നെ WooCommerceൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇന്ത്യ, കേരള സെലക്ട് ചെയ്യാം. അതുപോലെ സെറ്റ് ചെയ്താണെങ്കിൽ സെറ്റ് കൊടുക്കാം. പോസ്റ്റൽ കോഡ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂ. പിന്നെ നമുക്ക് I am setting up store for client, അതൊന്നും ആവശ്യമില്ല. ഇനി ഈ ഡീറ്റെയിൽസ് ഇല്ലാതെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് WooCommerce ആക്ടിവേറ്റ് കൊടുക്കാം. ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ എന്ത് സ്റ്റോറാണെന്ന് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫാഷൻ ആണോ, ഹെൽത്ത് ആണോ, ഇലക്ട്രോണിക്സ് ആണോ, ഫുഡ് ആണോ, ഡ്രിങ്ക് ആണോ എന്ന കാര്യങ്ങൾ. നമ്മളെ സ്റ്റോർ എന്താണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇനി അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് എന്ത് ടൈപ്പാണ്, ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണോ, ഡൗൺലോഡ് ആണോ, സബ്സ്ക്രിപ്ഷൻ ആണോ, മെമ്പർഷിപ്പ് ആണോ, ബുക്കിംഗ് ആണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ എത്ര പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് പ്ലാൻ ചെയ്യാം, അങ്ങനെ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ കറന്റ് അവിടെ വേറെ എവിടെയെങ്കിലും സെല് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൊടുക്കാം. പിന്നെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കെല്ലാം അതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്ക് വഴി നമുക്ക് സെല് ചെയ്യാം. മെയിൽചിമ്പ് വഴി ഇമെയിൽ അയക്കാം. അങ്ങനെ ഗൂഗിൾ ആഡ്സ് വഴി നമ്മൾ പ്രൊഡക്റ്റിന്റെ ആഡെല്ലാം കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ സെലക്ട് ചെയ്യണ്ട. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ ഇതിൽ ഒരുപാട് തീം ഉണ്ട്. നമുക്ക് തീം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ ഒരു ഫ്രീ തീം എടുക്കുകയാണ്. അതിൽ സ്റ്റോർ ഫ്രണ്ട് എന്നുള്ളൊരു ഫ്രീ തീം ഉണ്ട്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ളതാണ്. അത് ഞാൻ സെലക്ട് ചെയ്യണം. തീം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീം ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലപ്പോൾ 1-2 മിനിറ്റ് എടുക്കും. ഞാൻ അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ തീം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് എല്ലാം കണ്ടു, സ്റ്റോർ ഫ്രണ്ട് വാസ് ഇൻസ്റ്റാൾ എന്നല്ല. ഇനി അവർ വേറെ ആഡ് ഓൺസ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷിപ്പിങ്ങിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നോ താങ്ക്സ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം.
അങ്ങനെ WooCommerce പ്ലഗിൻ ആക്ടിവേറ്റ് ആയി. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഫ്രണ്ട് എൻഡിൽ ഇതൊരു ഇ-കോമേഴ്സ് സൈറ്റ് പോലെ വന്ന് കാർട്ട്, ചെക്കൗട്ട്, മൈ അക്കൗണ്ട്, സാമ്പിൾ പേജ്, ഷോപ്പ്. ഈ ഷോപ്പിലാവും പ്രൊഡക്റ്റ് ഉണ്ടാവുക. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നോ പ്രൊഡക്റ്റ് കാണിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഹോം പേജിലേക്കെല്ലാം മാറ്റാം. ഡീഫാൾട്ട് ആയിട്ടുള്ള ഷോപ്പ് എന്നുള്ളൊരു മെനു വന്നിട്ട് അതിലാവും. പിന്നെ മൈ അക്കൗണ്ട് പറഞ്ഞ കംപ്ലീറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. കസ്റ്റമേഴ്സ് ഓർഡർ, ഡൗൺലോഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഇതിൽ ആഡ് മൈ പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ആഡ് ചെയ്യാം. ഇതിൽ തന്നെ മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, CSV ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേറെ സൈറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ മാനുവലി ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാണ്. പ്രൊഡക്റ്റിന്റെ നെയിം ഞാൻ പ്രൊഡക്റ്റ് ജസ്റ്റ് ഡമ്മി നെയിം കൊടുക്കാണ്, 1 കൊടുക്കാണ്. അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ റെഗുലർ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. സെയിൽ ആണെങ്കിൽ സെയിൽസ് പ്രൈസ് കൊടുക്കാം. പിന്നെ ഇൻഡോറിൽ SQ ഉണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റിനും SQ ഉണ്ടാവും, അത് കൊടുക്കാം. ഇൻ സ്റ്റോക്ക് ആണെങ്കിൽ ഇൻ സ്റ്റോക്ക്, ഔട്ട് സ്റ്റോക്ക് അത് കൊടുക്കാം. ഷിപ്പിംഗ് അതിന്റെ കാര്യങ്ങളിൽ കൊടുക്കാം. ലിങ്ക്ഡ് പ്രോഡക്റ്റ് കൊടുക്കാം, ആട്രിബ്യൂട്ട് കൊടുക്കാം, ട്രാൻസ്ഫർ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഡെമ്മി കൊടുക്കുകയാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻ കൂടെ. പ്രൊഡക്റ്റിന് കാറ്റഗറി ഉണ്ടാവും സാധാരണ. നമുക്ക് ഇവിടെ തന്നെ പ്രൊഡക്റ്റിന്റെ കാറ്റഗറി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് കാറ്റഗറി ആഡ് ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് ടാഗ് കൊടുക്കാം, പ്രൊഡക്റ്റ് ഇമേജ് കൊടുക്കാം, പ്രൊഡക്റ്റ് ഗാലറി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇമേജ് കൊടുക്കുകയാണ്. ഡമ്മി പ്രൊഡക്റ്റ് ഇമേജ് കൊടുത്ത് ഇനി പബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്ത് നമുക്ക് ഇനി ഫ്രണ്ട് എൻഡിൽ പോയി നോക്കാം. ഷോപ്പ് എന്നുള്ള മെനുവിൽ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാകും. നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് വന്നു. ഇനി ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കാം. ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവും ഇവിടെ കാർട്ടിൻ്റെ ഐറ്റം വന്ന് ചെക്കൗട്ട് കൊടുക്കാം. അതിൽ കണ്ട അങ്ങനെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ചെക്കൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ WooCommerce ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് WooCommerce മെനു. പേയ്മെന്റ് മെത്തേഡ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷിപ്പിംഗ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, ടാക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ഓർഡർ വന്നത് ഓർഡേഴ്സ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആരൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ലിസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, കൂപ്പൺ ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്, എത്ര ഓരോ ദിവസം എത്ര പർച്ചേസ് വന്നു, എത്ര എമൗണ്ട് വന്നു ഉള്ള കാര്യങ്ങളെല്ലാം. പിന്നെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ്, അങ്ങനെ ഷിപ്പിംഗ്, പേയ്മെന്റ്സിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ബാങ്ക് ഉണ്ട്, ചെക്ക് പേയ്മെന്റ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഓൺ ആക്കാം, പേപ്പാൽ ആഡ് ചെയ്യാം, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അക്കൗണ്ട് പ്രൈവസി, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ കോഡിംഗ് പാർട്ടിൽ ഒന്നും ടച്ച് ചെയ്തില്ല. നമുക്കൊരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയിട്ട് ബിസിനസ് ചെയ്യാൻ ഉള്ള സെറ്റിങ്സ് എല്ലാം WooCommerceലുണ്ട്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പ്ലഗിന് കിട്ടും, അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ
WooCommerceന്റെ കോഡ് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയാണ് WooCommerceൽ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.